ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഇന്ന് ഞാൻ പോകുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ച ഒരു സ്ഥലത്തോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അത് എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ പോകണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ സംഭവിച്ചതിലുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇക്കാര്യത്തിൽ. അപ്പൊ ഞാൻ ആ സ്ഥലം പറയാം. എവിടെ പോകുന്നത് വെച്ചാൽ ബാംഗ്ലൂർ. Good morning, Bangalore. ബാംഗ്ലൂരു ഹാസ് ഓൾവേസ് ബീൻ ഓൺ മൈ ബക്കറ്റ് ലിസ്റ്റ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റി ആയിരുന്നു ബാംഗ്ലൂര്. കാരണം മലപ്പുറത്ത് ഒരു നോർമൽ ഗ്രാമപ്രദേശത്ത് നിന്നും വരുന്ന എനിക്ക് ഈ സിനിമയിലൂടെയും റീൽസിലുകളുടെയും മാത്രം പരിചയമുള്ള ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നത്. ബാംഗ്ലൂർ ഡേയ്സ് പറഞ്ഞ നിവിൻ പോളിന്റെയും ദുൽഖർ സൽമാന്റെയും നസ്രിയന്റെ ഒക്കെ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും വലുതായിട്ട് കുറച്ച് കാശൊക്കെ ആയിട്ട് ബാംഗ്ലൂർ ഒന്ന് കറങ്ങാൻ പോണെന്ന്. കാരണം ആ സിനിമയിൽ ബാംഗ്ലൂരിനെ അവര് അത്രയും മനോഹരമായിട്ടാണ് അതിന്റെ ഓരോ സീനറീസും കാണിച്ചിട്ടുള്ളത്. അത് കണ്ടു കഴിഞ്ഞ ഒരാൾക്കെങ്കിലും എന്തായാലും ബാംഗ്ലൂർ ഒന്ന് വൺസ് എങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവും. അന്നത്തെ ഒരു കൊച്ചു മൈൻഡിൽ എനിക്ക് എന്തായാലും എൻ്റെ മനസ്സിൽ അത് അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ എന്തായാലും എപ്പോഴെങ്കിലും ഒന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പോയിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ബട്ട് ഇത് ഇത്രയും പെട്ടെന്ന് നടക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് ഡ്രീംസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, പക്ഷെ എല്ലാം അങ്ങനെ നടന്നിക്കൊള്ളണമെന്നില്ല. പണ്ട് പൗലോ കോലോ പറഞ്ഞ പോലെ ദ ആൽക്കെമിസ്റ്റ് എന്ന ബുക്കിൽ അദ്ദേഹം ഒരു വരി എഴുതിയിട്ടുണ്ട്. വെൻ യു വാണ്ട് സംതിങ്, ഓൾ ദ യൂണിവേഴ്സ് കൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. എന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുമ്പോഴും ഞാനിതിനെക്കുറിച്ച് ഓർക്കാറുമുണ്ട്. അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നും വന്ന് എനിക്ക് ഇത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ബാംഗ്ലൂരിലുള്ളൊരു പോക്ക്. ബാംഗ്ലൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പാക്കും ഉമ്മാക്കും ഫസ്റ്റ് മൈൻഡിക്ക് വരെ കള്ളും കഞ്ചാവും ഒക്കെ വിൽക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ പബ്ബ്, അങ്ങനെയൊക്കെ മാത്രം ചിന്തിക്കുന്ന സ്ഥലത്തായിട്ട് സ്വാഭാവികമായിട്ടും പാരൻസും നമ്മൾ അയക്കാത്തിൽ നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പോയത് ബാംഗ്ലൂർക്ക് ട്രെയിൻ വഴിയാണ് ഇവിടുന്ന് പോയത്. കാലിക്കറ്റ് ടു ബാംഗ്ലൂർ യശ്വന്തപൂരിലോട്ടായിരുന്നു നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇതിനു മുന്നേ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് നല്ല പരിചയമുള്ള, എനിക്ക് വെരി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു ഫ്രണ്ടിൻ്റെ കൂടെയായിരുന്നു ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഈ ഫ്രണ്ടൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അതായിരുന്നു അക്സ. അവൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ വെൽ സെറ്റിൽഡാണ്. അവർക്ക് അവിടെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ അപ്പാർട്ട്മെൻറ്റ് എടുത്ത സമയത്ത് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ട്രെയിനിൽ കയറി നേരത്തെ ഉറങ്ങിയാൽ നമുക്ക് രാവിലെ എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ ആരും പറയാതെ തന്നെ നമുക്കറിയാം വി ഹാവ് റീച്ച്ഡ് ബാംഗ്ലൂർ. ഇതുപോലത്തെ ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, കേരളത്തിനെ അപേക്ഷിച്ച് മറ്റ് സ്റ്റേറ്റിലൊക്കെ ബിൽഡിങ്സ് ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരുടെ കൺസ്ട്രക്ഷൻ രീതികളും അവരുടെ ബിൽഡിങ്ങിൻ്റെ ടെറസ് ടെറസ് ഇല്ലാത്ത പോലെയാണ് നമുക്ക് തോന്നാറ്, ഒരു പ്രത്യേക ടൈപ്പ്. അതുപോലെ എല്ലാ ടെറസിൻ്റെ മേളിലും ഒരുപോലെ യൂണിഫോമിറ്റി ആയിട്ട് ഡ്രസ്സുകൾ അലക്കിയിടൽ. നമ്മൾ കേരളത്തിൽ വന്ന് കാണുന്നവർക്ക് പുറത്തു നിന്നും വരുന്ന ഒരാൾക്ക് കേരളം കണ്ട പെട്ടെന്ന് മനസ്സിലാവും, ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാൻ ഇതിൻ്റെ മുന്നേ ചെന്നൈയൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ബിൽഡിങ്സും ചെന്നൈത്തെ ബിൽഡിങ്സും ഭയങ്കര സിമിലാരിറ്റി തോന്നിയിട്ടുണ്ട്. കേരളത്തിനെ അപേക്ഷിച്ചിട്ട് ഈ ചെന്നൈത്തേതും കർണാടകത്തേയും ബിൽഡിങ്സ് ഏകദേശം ഒരേപോലെയാണ് ഉള്ളത്. ഏകദേശം നല്ല ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ കരുതും, കേരളത്തിൽ നിന്ന് കുടിയേറിപ്പോയ എല്ലാ വ്യക്തികൾക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കേരളത്തിലെ ഫുഡും കേരളത്തിൻ്റെ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങൾ തന്നെയാവും എപ്പോഴും ഫസ്റ്റ് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക കുട്ടികളും പഠിക്കാൻ പോകുന്നത് ബാംഗ്ലൂർ സിറ്റി തന്നെയാണ്. അത് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടാത്ത ഒരു തരം സിറ്റി വൈബാണ് നമുക്ക് ബാംഗ്ലൂർ പോയാൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അടിച്ചു പൊളിക്കാന്നൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെ പോകുക അറിയുന്നത് അത്ര ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമല്ല, യൂഷ്വലി കോമൺ ആണ്. ബട്ട് എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യം തന്നെയാണ്, ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുക ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെനിക്ക് എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യം തന്നെയാണ്. എനിക്ക് എപ്പോഴും പോകുമ്പോൾ ഒരു ഗേളായിട്ടുള്ള ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടാകണമെങ്കിൽ ഐ ഫീൽ മോർ കംഫർട്ടബിൾ വിത്ത് ദം. അവർ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഊക്കാനുള്ളതും മറ്റൊരാളെ കളിയാക്കാനുള്ളതും നമുക്ക് എന്തും മനസ്സ് തുറന്നും സംസാരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഫൈനലി വി ഹാവ് റീച്ച്ഡ് ബാംഗ്ലൂരു. ശരിക്കും പറഞ്ഞാൽ നമ്മ ഊര് ബാംഗ്ലൂരു. സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു സന്തോഷം എപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ട് എത്തിയൊരു സ്ഥലമാണ് ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത്.
എൻ്റെ ഫ്രണ്ട് അക്സ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരാമെന്നും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആണ് പുറത്തോട്ടുള്ള എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് എന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കുകയും എനിക്ക് ഒറ്റയ്ക്ക് ഒരു റാപ്പിഡ് അല്ലെങ്കിൽ ഊബർ വിളിച്ച് പോവാം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ആയി. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു എക്സ്പ്ലോർ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. തെറ്റിക്കാണ്ടാണെങ്കിലും അത് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് തന്നെ നമ്മൾ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്രസ്സ് അയച്ചു തന്നാൽ മതി, നമ്മൾ എങ്ങനെയും തപ്പി കണ്ടുപിടിച്ച് അവിടെ എത്തുന്നു. ടു ബി ഹോണസ്റ്റ് പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആദ്യം ഇറങ്ങിയിട്ട് നമ്മൾ ഡൗൺലോഡ് ആക്കിയ ഒരു ആപ്പാണ് റാപ്പിഡോ. പിന്നെ ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ എത്തുമ്പോൾ നമുക്ക് ഈ ഊബർ, റാപ്പിഡോ, ഫുഡായിട്ടുള്ള സൊമാറ്റോ അങ്ങനെ ഒരുപാട് ആപ്പൊക്കെ നമുക്ക് ഡൗൺലോഡ് ആക്കേണ്ടി വരും. നമ്മളവിടെ മോർണിംഗ് എത്തും പറഞ്ഞുകൊണ്ട് തന്നെ അക്സ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ദോശ പിന്നെ ചട്നി അവളുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്നാണ് അവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. കാരണം അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ അവൾ മാത്രമല്ലാണ്ട് 1-2 പേരും കൂടെ താമസത്തിനുണ്ടായിരുന്നു കേട്ടോ. അവർ ഷെയറിങ് ആണ് അക്കോമഡേഷന്. നമ്മൾ ഇവിടെ നിന്നിട്ട് പോയിട്ട് വല്ല അടുക്കളൊന്നും കാണാത്ത പോലെ അറ്റാക്കിങ് ആയിട്ടോ അവിടെ പോയിട്ട്. ഞാൻ വല്ല ദോശ ഇടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്കത്. ഞാൻ ദോശ ഇതുവരെ ചുടാത്തോണ്ടോ അല്ലെങ്കിൽ അടുക്കള കാണാത്തോണ്ടോ ആയിരുന്നില്ല. അവളൊന്ന് പോയിട്ട് അടുക്കളയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് കരുതി. കാരണം അവൾ ഒറ്റയ്ക്കാണല്ലോ. മേ ബി ഇത്ര ആൾക്കാർക്ക് ഒരു ഫാമിലി പോലെ ഒന്നും ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കിയൊന്നും അവൾക്ക് ശീലമുണ്ടാവില്ല. നമ്മൾ രണ്ടുപേരും വന്നപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കരുതല്ലോ ഗസ്റ്റ് പോലെ. ഞങ്ങൾ വേഗം കയറി അടുക്കളയിലൊക്കെ ദോശ ചുട്ട് അക്സൊക്കെ എല്ലാത്തിനും വേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കറങ്ങാൻ പോയി. കാരണം ആകെ 2 ദിവസമേ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് കറങ്ങാനൊക്കെ പോകാമെന്ന് കരുതി. ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേയും സാറ്റർഡേയും കൂടെ കറങ്ങിയിട്ട് സാറ്റർഡേ ഈവനിങ് തന്നെ തിരിക്കാന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അക്സനോട് പറഞ്ഞു, അക്സ ഇനി സമയമൊന്നും കളയല്ല, നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് 3 പേരും കൂടെ റെഡി ആവാൻ പോയി. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അക്സൻ്റെ റൂംമേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ. പിന്നെ നമ്മൾ നേരെ റെഡിയൊക്കെ ആയിട്ട് നേരെ വിട്ടു മാൾ ഓഫ് ഏഷ്യ, ഫിനിക്സ് മാള്. അതായത് ബാംഗ്ലൂരിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാളാട്ടോ ഈ ഫിനിക്സ് മാൾ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളവിടെ കുറേ തെണ്ടിത്തേരോടി കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. മാളിൻ്റേതായിട്ടുള്ള കുറച്ച് ഹൈ സ്റ്റാൻഡേർഡ് ഫുഡ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ. കാരണം പോക്കറ്റ് കാലിയാകുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ എന്താ പറയുക, ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയത് ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. അക്സൻ്റെ റൂംമേറ്റ് തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അടിപൊളി അവിടുത്തെ ഫേമസ് ഹൈദരാബാദി ബിരിയാണി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ അതൊക്കെ കഴിച്ചു. ഈ ഫുഡ് കഴിക്കാൻ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ വെച്ചാൽ, ഒരു ബൗളിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങൻ്റെ ഒരു പീസുമായിട്ട് ആ ഒരു ബൗളിൽ വെള്ളം കോർന്ന് തന്നിട്ടോ. നമ്മൾ എണീറ്റ് പോയിട്ട് വാഷ് ചെയ്യൊന്നും വേണ്ട. ഞാനിത് കണ്ടിട്ടുണ്ട്, ബട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ നാരങ്ങ പിഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ പോയി. എനിക്കത് ഒരു എന്താ പറയുക, പെഡിക്യൂർ അല്ലല്ലോ മാനിക്യൂറോ എന്താ കയ്യിൽ നിന്ന് ചെയ്യുക, അത് ചെയ്ത പോലെ ഒരു ഫീലൊക്കെ എനിക്ക് കിട്ടി. അതെനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നേരെ പോയത് ചർച്ച് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ. ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ തന്നെ ഒരു അടിപൊളി സ്ട്രീറ്റാണ്. അതായത് ആൾക്കാരുടെ ഡ്രസ്സിങ് ആണെങ്കിലും അടിപൊളിയാണ്. അവിടെ ബാംഗ്ലൂർ ലൈഫ് എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരെ കണ്ടാൽ. അതായത് ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് എന്താണെന്നില്ല, പബ്ബ് ഏരിയകളും അതുപോലെ ഒരുപാട് ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്ന കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബാഗ് നോക്കാൻ പോയി. അതിൽ ഒരു കുറച്ച് ഹയസ്റ്റ് പ്രൈസ് പറഞ്ഞു. നമ്മളെ രീതിക്കുള്ള കഴിവുകളൊക്കെ എടുത്തിട്ട് കുറച്ച് ബാർഗൻ ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ അത് ഒത്തില്ല. പിന്നെ അവർ തിരിച്ച് വിളിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ കളിയാക്കുന്ന പോലെ 50 രൂപയ്ക്ക് തരാം, 150 രൂപയ്ക്ക് തരാം, 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. നമ്മളുണ്ട് അവിടെ നിൽക്കുന്നത്. നമ്മൾ തടി തപ്പി പോയി അവിടുന്ന്. പിന്നെ നമ്മൾ നേരെ പോയത് മാങ്ങ കട്ടിങ്സും അതുപോലെ ബത്തക്ക കറിലങ്ങളൊക്കെ. അവിടെ എന്താ ബത്തക്കൊക്കെ പറയാം, നമ്മളെന്തായാലും മലപ്പുറംകാർ ബത്തക്ക എന്നാ പറയാം. ബത്തക്കയും പിന്നെ 1-2 സാധനങ്ങളൊക്കെ ഉപ്പിലിട്ടതും മുളകിട്ടതൊക്കെ നമ്മൾ കഴിച്ച് അവിടെ ഇരുന്ന് തന്നെ കഴിച്ച്. നൈറ്റ് ലൈഫ് ആണല്ലോ ബാംഗ്ലൂർ, നല്ല രസമുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തരൊക്കെ വായി നോക്കിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ച്. പിന്നെ അവിടെ പോയാൽ എനിക്ക് പാനിപൂരി മസ്റ്റാണ്. പാനിപൂരി എവിടെ കണ്ടാലും എനിക്കിഷ്ടമാണ്. സംഭവം എനിക്ക് ഈ പാനിപൂരി ഫസ്റ്റ് ഇഷ്ടമായത് ഞാൻ ഈ അക്സനൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള പഠിത്തം പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ഒരു പാനിപ്പൂരി സ്പെഷ്യലിസ്റ്റ്. അടിപൊളിയായിട്ട് നല്ല വൃത്തിക്കൊക്കെ പാനിപ്പൂരി ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറേ പാനിപ്പൂരിനെ കുറിച്ചുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ റീൽസും കാര്യങ്ങളൊക്കെ വൃത്തിയില്ലാതെ ഉണ്ടാക്കുന്നതൊക്കെ ഇറങ്ങിയത്. പക്ഷെ ഞാൻ ഇത് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ കഴിച്ച പാനിപ്പൂരി അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എവിടെ പാനിപ്പൂരി കാണുമ്പോൾ എനിക്ക് കഴിക്കാനുള്ളൊരു ത്വര വരും. അങ്ങനെ നമ്മൾ അവിടുന്ന് കഴിച്ചു ഒരു പാനിപ്പൂരി. പക്ഷെ രണ്ടാമത്തെ പാനിപ്പൂരി ഭയങ്കര ഫ്ലോപ്പ് ചെയ്യുന്നു കേട്ടോ.
നമ്മൾ പാനിപ്പൂരി വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് അപ്പുറത്തെ കടയിൽ പോയിട്ട് കായില്ലാത്ത പോലെ ഇറച്ചിക്കണ പോലെ ഓളവിടെ കുറേ തൊള്ളി പൊളിച്ചെന്ന്. പക്ഷേ ഓൾക്ക് പിന്നെ മനസ്സിലായി ഇന്നെപ്പോലെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന്. കാരണം ഞാൻ തന്നെ എടുത്ത പാനിപ്പൂരി നേരെ കൊണ്ട് ഈ വേസ്റ്റ്ക്ക് കൊട്ടിയേക്കാണ്. പിന്നെ നമ്മൾ അടുത്ത ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ധാരണയോട് കൂടി നമ്മൾ അടുത്തത് പോയത് ഒരു സ്ട്രോബെറി ഒക്കെ വിൽക്കുന്ന ഒരു കടക്കാരൻ്റെ അടുത്തേക്കാണ്. പുള്ളിക്കാരൻ ഫുള്ള് വൈബ് ഡാൻസൊക്കെ കളിച്ച് പാട്ടും പാടിയിട്ടാണ് നമുക്ക് സ്ട്രോബെറി ഒക്കെ ഉണ്ടാക്കി തരുന്നത്. അത് നല്ല രസമുണ്ടായിട്ട് അവിടെ വന്ന് ആ പെർഫോമൻസ് കാണാൻ തന്നെ രസമുണ്ടായി. അങ്ങനെയാണ് തോന്നുന്നത് നല്ല കച്ചവടം കിട്ടുക. അടിപൊളി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നമുക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ആക്കിയിട്ട് സ്ട്രോബെറി തരും. നമ്മൾ കുറച്ച് അതൊക്കെ കണ്ടെന്ന് അതും കഴിച്ച് പിന്നെ നമ്മൾ അടുത്ത് ഇങ്ങനെ വെറുതെ ചുമ്മാ നടന്ന് വീട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ റൂമിലേക്ക് പോകാമെന്നുള്ളൊരു മൈൻഡിലെത്തി. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ നമ്മൾ അക്സൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും മേലെ ടോപ്പിലെ ടെറസൊക്കെ പോയി. ടെറസ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ഒരു ബാംഗ്ലൂരിൻ്റെ ഡേ ലൈഫ്, അതായത് എങ്ങനെയാണ് ബിൽഡിങ്ങുകൾ ആ ഒരു അടുത്തടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വായി നോക്കിയൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള രാമേശ്വരം പറഞ്ഞിട്ടുള്ളൊരു ഈ ഇഡ്ഡലി ദോശ പൊടിദോശ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് പോയി. അതിൻ്റെ വേറെ ഏതൊരു ബ്രാഞ്ചിലാണ് അത്ര 1.5 year ബാക്കിൽ ഒരു ബോംബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രേ. അതെന്താ എനിക്കറിയില്ല. പക്ഷേ ടെററിസ്റ്റുകൾ ഇങ്ങനെ അവിടെ ബോംബ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടു. നമ്മളെന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ പൊടിദോശ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടോ കഴിക്കുന്നത്. പൊടി ഗീ ദോശ ഇഡ്ഡലി, ഗീ പൊടി ഇഡ്ഡലി അതാണ് അതിൻ്റെ പേര്. അതും പിന്നെ കുറച്ച് വെറൈറ്റി ഐറ്റംസൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഇനി ഇവിടെ സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്. പിന്നെ നമ്മൾ നേരെ അങ്ങനെ രാവിലെ ദോശയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് തന്നെ പോയി. Hello guys, this is our friend Jyotish. Vlog பண்றீங்களா? ஆமா. I am a big influencer. അപ്പം ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ രാത്രി കറങ്ങാൻ പോകാൻ കരുതി. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി നേരെ പോയത് ബാംഗ്ലൂർ പോയ എന്തായാലും ഒരു വട്ടെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ഇതുപോലെ തന്നെ ഈ ചർച്ച് സ്ട്രീറ്റ് പോലെ തന്നെ കുറച്ചും കൂടെ ചീപ്പസ്റ്റ് ആയിട്ടും അതുപോലെ കുറച്ചും കൂടെ വിപുലമായിട്ടുള്ളൊരു മാർക്കറ്റാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ പോയി. ഞാൻ 2 ടോപ്പും അവൾ കുറച്ച് എന്തൊക്കെയോ വീട്ടിലത്തെ ആൾക്കാർക്കില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വല്ല വണ്ടിയും വിളിച്ചിട്ട് പിന്നെ നമ്മളൊരു ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി റിട്ടേണിനില്ലേ. കാരണം ഇന്ന് രാത്രിയാണ് നമ്മൾ റിട്ടേൺ തിരിച്ചു പോണത്. അപ്പോൾ അതിന് നമ്മൾ ഇവിടുന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ കരുതിയിട്ടോ പോകാന്നുള്ള നിലക്ക് നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പോയാൽ മതിയല്ലോ നേരെ വണ്ടിയിലോട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് കമ്മല് കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. ശരിക്കും ബാംഗ്ലൂരിൻ്റെ ഏറ്റവും നല്ല മനോഹാരിതമായിട്ടുള്ള സീനറീസ് നമുക്ക് കാണാൻ പറ്റുക രാത്രി ഇങ്ങനത്തെ സ്ട്രീറ്റുകളിലൊക്കെ പോയി വരുമ്പോഴാട്ടോ. കാരണം അവിടെ എല്ലാ ടൈപ്പ് ജനങ്ങളും, അതായത് ഈ ബാംഗ്ലൂർ പറഞ്ഞ സിറ്റിയിൽ പല സ്ഥലത്തു നിന്നും കുടിയേറിയിട്ടുള്ള ആളുകളും അതുപോലെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ വന്ന മലയാളീസും അതുപോലെ പല സ്റ്റേറ്റ്സിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടി നമുക്ക് ഇങ്ങനത്തെ സ്ട്രീറ്റുകളിലൊക്കെ കാണാൻ പറ്റും. പിന്നെ നല്ല ഡെക്കോറായിട്ടൊക്കെ ഈച്ച് ആൻഡ് എവറി സ്ട്രീറ്റ് ഉണ്ടാവുക. അപ്പം ഞങ്ങളത് കുറച്ചൊക്കെ തന്നെ ആസ്വദിച്ചിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും അവിടെ പോയിട്ട് കഴിക്കണം എന്ന് തോന്നിയിട്ടുള്ളൊരു സാധനമായിരുന്നു മാംഗോ സ്റ്റിക്കി റൈസ്. കാരണം കേരളത്തിൽ എനിക്ക് എവിടെയുള്ളത് എനിക്കറിയില്ല. ഞാൻ അഹാനാഗ്രസ്നൻ്റെ വ്ളോഗിൽ ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബാംഗ്ലൂരിലുള്ളൊരു തായ്ലൻഡ് റെസ്റ്റോറൻറ്റ് കഴിക്കണം എന്ന് അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടങ്ങാനാവാത്തൊരാഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് അക്സൻ്റെ ഫ്രണ്ട് എനിക്ക് ഓൺലൈൻ വഴി മാംഗോ സ്റ്റിക്കി റൈസും അതുപോലെ എന്തോ ഒരു ഡംപ്ലിങ്സോ പറഞ്ഞാൽ മറ്റാണല്ലോ അല്ലേ, ഡംപ്ലിങ്ങോ അവനെന്തോ ഒരു സംഭവം കൂടി മോമോസ് പോലെ ലുക്കിലുള്ള സാധനം കൂടി നമുക്ക് ഓർഡർ ആക്കി തന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ രണ്ടും കാണാൻ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇത് കഴിച്ചു നോക്കുന്നൊരു എക്സ്പീരിയൻസിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കഴിച്ചത്. പക്ഷേ എനിക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ മാംഗോ സ്റ്റിക്കി റൈസ് ടു ബി ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അഹാന തന്ന ഹൈപ്പിൻ്റെ അത്രയ്ക്ക് ഉണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ഇനി തോന്നണില്ല ഞാൻ ഇത്ര ഹൈപ്പ് പോയിട്ട് ഇനി എവിടുന്നെങ്കിലും ഇത് ഓർഡർ ആക്കുന്നു.
എൻ്റെ പറച്ചിലിൻ്റെ ഒരു പൊലിവ് കണ്ടിട്ടാണ് എൻ്റെ ഫ്രണ്ടും അതുപോലെ അക്സൻ്റെ ഒരു ഫ്രണ്ടും എല്ലാവരും ഇത് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് എനിക്ക്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിത് ഓർഡർ ആക്കിയത്. ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ഹൈപ്പ് കൊടുത്തു, അടിപൊളിയാണ് സാധനം, സെറ്റാണ്, എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങേണ്ടി. അപ്പോൾ അവരെൻ്റെ ഒരു അന്ത്യാഭിലാഷ പോകുന്നതിൻ്റെ മുമ്പുള്ളൊരു അവസാന ആഗ്രഹം പോലെ അവരെനിക്കത് സാധിച്ചു തന്നതാണ്. എന്തായാലും അതൊക്കെ കഴിച്ച് റാഹത്തയച്ച് നമ്മളെന്തായാലും രാത്രി അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ആക്ച്വലി എൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ ഒരു സങ്കടം, ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ബാംഗ്ലൂരിൽ നിന്ന് 2 ദിവസം പോകണം എന്ന് ആഗ്രഹിച്ചു, അത് പോയി. തിരിച്ചു വരുമ്പോൾ അവിടുത്തെ മെമ്മറീസൊക്കെ ഞാൻ അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ചെയ്തു, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എത്ര നാട്ടിൽ എവിടെ പോയാലും നമുക്ക് നമ്മുടെ കേരളത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലത്തെ ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ പിന്നെ തിരിച്ചു പോരുന്നത്. അങ്ങനെ നമ്മളൊരു AC ബസ്സൊക്കെ അവിടുന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് കന്നഡ അറിയില്ലല്ലോ, അതുകൊണ്ട് ഒരു കണ്ടക്ടർ അതിലുണ്ടായിരുന്ന ആൾ മലയാളിയായിരുന്നു. പുള്ളി വിളിച്ചിങ്ങാണ്ട് മലയാളത്തിലൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ ഒരു സമാധാനമായി. കാരണം ബസ് അതിൻ്റെ സ്പോട്ടിൽ നിന്നും മാറിയിട്ട് കുറച്ച് അപ്പുറത്തായിരുന്നു അത് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഒരു 10 മിനിറ്റ്സ് ആ ബസ് ലേറ്റുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖത്തൊക്കെ തിരിച്ച് കേരളത്തിലോട്ട് പോണ സന്തോഷം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം 2 ദിവസത്തിനായിരുന്നു നമ്മൾ ബാംഗ്ലൂർ വന്നതെങ്കിലും ആ ഒരു തിരിച്ചു പോകുമ്പോഴത്തെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളെ കേരളം ഒരിക്കലും ഇതുപോലത്തെ സ്ട്രീറ്റുകളാലും അതുപോലെ ഇത്രയ്ക്ക് അങ്ങനത്തെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ബെറ്റർ വ്യൂവും പച്ചപ്പും ഹരിതാപമൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. നമുക്ക് പിന്നെ ഒരു ചെറിയൊരു ബോക്സിൽ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത പീസസും കുറച്ച് ചിപ്സൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് നേരം കഴിച്ചിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ വാരി വലിച്ചൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കേരളത്തിലെത്തി. പിന്നെ നമ്മൾ എൻ്റെ റൂമിലെത്തിയപ്പോൾ എനിക്ക് ആ മഴയൊക്കെ പെയ്യുന്നൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് എന്താ സ്വർഗം, നല്ലൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഒരു കുട്ടി വ്ളോഗായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ.